ജീവനമാർഗത്തിന് വേണ്ടി 3 വീലർ ഇന്ന് സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു 3 വീലർ. ആ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഒരുപാട് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനും ഓടിയെത്തിയത്. എന്നെ ഇവിടെ വിളിച്ചതിനും എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും. ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് നമ്മുടെ ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലുള്ള ലേ മെറിഡിയൻ 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. എന്താണല്ലേ, ഇന്ന് TVS EV ലോഞ്ചിങ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. ലോഞ്ചിങ് മാത്രമല്ല, യൂട്യൂബേഴ്സിനെ വിളിച്ചവര് സെറിമണി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം നമ്മുടെ TVS EV ലോഞ്ചിങ്ങിന്റെ വിശേഷങ്ങളായിരിക്കും. നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോട്ടാ പോലെ എന്നാ പോരെ. JB സാർ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? JB സാർ, അപ്പൊ TVS നിങ്ങൾ തകർത്തോണ്ടിരിക്കുകയാണ്. 15 വെഹിക്കിൾ ഡെലിവറിയാണ്, അതിന്റെ സെറമണിയാണ്. അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പെരിയാർ മോട്ടോഴ്സ് ആണ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യണത് പെരിയാർ TVS ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കണ്ടന്റ് ചെയ്യണത് നമ്മുടെ TVS. ഓക്കെ, അപ്പൊ ഗംഭീര പരിപാടിയാവട്ടെ അല്ലെ. അപ്പൊ 15 വണ്ടിയാണെന്ന് ഡെലിവറി 15 വണ്ടി. ഓക്കെ, അത് കേരളത്തിൽ ആദ്യമായിട്ട് 15 വണ്ടിയാണ് കസ്റ്റമേഴ്സ് എന്ന് വന്നിട്ടുള്ളൂ. നമ്മൾ 30 വണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 15 കസ്റ്റമേഴ്സിന് വരാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ തൃശ്ശൂർ വെച്ചിട്ട് നമ്മൾ 27-ാം തീയതി കണ്ടന്റ് ചെയ്യുന്നുണ്ട്. TVS 3 വീലർ EV ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയില് പെരിയാർ TVSന്റെ നമ്പർ ഉണ്ടാവും. നമ്മുടെ ആലുവ ഷോറൂമിൽ, തൃശ്ശൂർ ചേറ്റുപുഴ ഷോറൂമിൽ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, തരംഗമായമാതിരി TVSന്റെ EVയും തരംഗമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ കൺഗ്രാറ്റ്സ്. നിങ്ങളിവിടെ വന്നു, നമ്മൾ പുതിയ വണ്ടി കണ്ടു. പല ആൾക്കാർ ഇതിന് മുന്നേ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അറിയണ്ടേ.
രാജ്യമില്ല. ചേട്ടാ നമസ്കാരം. എന്റെ പേര് മുരളിയേട്ടൻ. എന്തുകൊണ്ടാണ് മുരളിയേട്ടൻ നമ്മൾ TVS ടിവിയിലേക്ക് വന്നേ? ഗ്യാസിന്റെ വണ്ടി എടുക്കാൻ പോയതാ ഒരു ഷോറൂമിലേക്ക്. ഓട്ടോ ഉപയോഗിച്ചത് ആദ്യമായിട്ടാണല്ലേ? അപ്പൊ കൊറേ അന്വേഷണം നടത്തിണ്ടാവല്ലോ. കൊറേ അന്വേഷണം നടത്തി. TVSന്റെ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല സർവീസും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരവിടേക്ക് പോയതാണ്. പോയപ്പോ പറഞ്ഞു ഗ്യാസിന്റെ അല്ല ഇലക്ട്രിക്കിന്റെ വണ്ടി വന്നിട്ടുണ്ട്, അത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു, അഡ്വാൻസ് കൊടുത്തു. അപ്പൊ അതിന്റെ മൈലേജും കാര്യമൊന്നും കുഴപ്പമില്ല, മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വണ്ടി സ്വന്തമാക്കിയേ? അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷവാനാണ്. ഒരു സംരംഭമാണ് ആദ്യമായിട്ട്. എന്തായാലും അത് വിജയിക്കട്ടെ കേട്ടോ, നല്ല ഓട്ടം കിട്ടട്ടെ. അപ്പൊ എന്നും ആ ഒരു വിശ്വാസം, TVSനോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലെ? വിശ്വാസം. ഓക്കെ, TVS ഒരിക്കലും കൈവിടില്ല ഒരാളി. സർവീസാണ് അവര്, നല്ല സർവീസാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ ചേട്ടാ കമന്റ് ചെയ്യാറുണ്ട് അങ്ങനെ TVSന്റെ വാഹനമൊക്കെയാന്ന് പറയുമ്പോ എപ്പോഴാണ് സർവീസ് അടയ്ക്കുക അല്ലെങ്കിൽ തുറക്കൂ എന്നുള്ള ഇത്. അങ്ങനെയുള്ള ഒരു അഭ്യൂഹം വേണ്ട അല്ലേ? ഇല്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. അവര് വിളിച്ച അപ്പ സർവീസ് ചെയ്ത് തരാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തതായിട്ട്. ഓക്കെ, എന്താ ഇപ്പൊ നമ്മള് TVS EV എടുക്കാൻ കാരണം? യാത്രാസുഖം, നമ്മുടെ വാറണ്ടി 6 വർഷത്തേക്ക് തന്നിട്ടുള്ളതും ബാറ്ററിക്ക് 6 വർഷം തന്നിട്ടുള്ളതും റേറ്റും മറ്റുള്ള വണ്ടികളെക്കാളും കുറവ്. പിന്നെ നമ്മൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ചെയ്യണ്ട. അതായത് ഈ പറഞ്ഞ വിലയ്ക്ക് എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ട് കിട്ടും. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി യാത്രാസുഖത്തിന് വേണ്ടിയിട്ട് വേറെ ഒരുപാട് പൈസ ചെലവാക്കണം. ഇതിന്റെ ആവശ്യമില്ല. പിന്നെ കുറഞ്ഞ ചാർജിങ്ങില് നല്ല റേഞ്ച് കിട്ടും. സന്തോഷവാൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ പെരിയാറിന് എടുത്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വാഹനം തരലും അതുപോലെ സർവീസും കാര്യങ്ങളൊക്കെ? ഓക്കെ, അത് കേട്ടുകൊണ്ടാണ് പെരിയാർ TVS തന്നെ വാഹനം ബുക്ക് ചെയ്തത് അല്ലെ? കുറെ കമന്റുകൾ വരാറുണ്ട് TVSന്റെ വാഹനത്തിന് പറയുമ്പോ എന്നാണ് അതിനി സ്റ്റോപ്പ് ചെയ്യുക, ഇനി സർവീസ് സെന്റർ ഉണ്ടാവുമോ? അപ്പൊ അങ്ങനത്തെ ഒരു അഭ്യൂഹം കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ? വെറുതെ പറഞ്ഞുണ്ടാക്കണതാ. ഓക്കെ, നിങ്ങളൊക്കെ ആ ഒരു വിശ്വാസം TVSൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ടല്ലേ ഈ ഒരു വാഹനം? 40 വർഷമായി വണ്ടി ഓടിക്കുന്നത്, മൊത്തം വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, എല്ലാ വണ്ടികളെ കുറിച്ച് നല്ല അറിവുണ്ട്. വാഹനത്തിന്റെ എല്ലാം അറിഞ്ഞിട്ടാണ് ഈ ഒരു EV സെഗ്മെന്റ് സ്വന്തമാക്കിയല്ലേ? ആപ്പസിറ്റി ചെയ്തിരുന്നു, മോണ്ടർ ചെയ്തിരുന്നു. ഇതിലൊക്കെ യാത്രാസുഖമില്ല. വണ്ടി ഭയങ്കര കടപട സൗണ്ടാണ്, വലിയൊക്കെ ഉണ്ട് വണ്ടിക്ക്. പക്ഷെ വണ്ടി യാത്ര ചെയ്യാൻ സുഖമില്ല. സുഖമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ വേറെ ചെലവാക്കണം. ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോ ഹാപ്പിയായി. ഇതിന്ന് നല്ല രീതിയിൽ ഓട്ടം കിട്ടട്ടെ, ചേട്ടന് നല്ല എല്ലാം കൊണ്ടും ഐശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അല്ല, നമ്മള് മോണ്ടർ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി. മോണ്ടറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ഓടിച്ചതിന് ശേഷം ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീച്ചർ ഉണ്ട്. പിന്നെ IDC 179 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വിഷയത്തിൽ ചെറിയ പ്രൈസ് ഡിഫറൻസ് കുറച്ചുണ്ടെങ്കിലും കുറെ അധികം ഫീച്ചേഴ്സ് ഇതിൽ എംബഡഡ് ആണ്. അതായത് ബാറ്ററി ചെറുതാണെങ്കിലും റേഞ്ച് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ചാർജിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫീച്ചർ ആണ്. അതിൽ 4.5 അവേഴ്സ് വേണം, ഇതിൽ 2.something മതി. 0 to 80 വരുന്നത്. പിന്നെയുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ, പിന്നെ കുറച്ച് ഫീച്ചേഴ്സ്. ഇതിന്റെ ലുക്ക് ഓവറോൾ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓടിച്ചു നോക്കിയിട്ട് എന്താ തോന്നി? ഭയങ്കര സൂപ്പറാണ്. അതായത് ഇതില് എനിക്ക് തോന്നുന്നു പവർ മോഡിൽ ഏറെക്കുറെ ഒരു 60യുടെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ TVS മാക്സ് പ്ലസ് EV എടുക്കാനുള്ള ആൾക്കാരുടെ അടുത്ത് ധൈര്യമായിട്ട് എടുത്തോളാം എടുക്കാൻ പറയാം. നമ്മൾ ടെസ്റ്റ് റൈഡ് നോക്കിയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോ എന്തായാലും വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൺഗ്രാറ്റ്സ്, അടിപൊളിയാവട്ടെ അല്ലെ? TVS എന്താ തകർത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ പറയാം, ഓൾറെഡി നമ്മള് TVS കിങ് EVയുടെ റിവ്യൂ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യം. നമ്മുടെ എൻടോർക്കിന്റെ സെയിം ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ് ഇവനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ 26 അഡ്വാൻസ്ഡ് കണക്റ്റഡ് ഫ്യൂച്ചേഴ്സ് ആണ് ഇവന് നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വാഹനം കളവ് പോവാണെങ്കിൽ അലേർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫോണിൽ തന്നെ കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയുണ്ട് പൊളിച്ചില്. അതുപോലെ തന്നെ ഇവന്റെ ഒരു ഇന്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിയിൽ എന്താ പറയാ, ഒരു മാറ്റ് ഫിനിഷിലാണ് ഒരു ഇന്റീരിയർ നൽകിയിട്ടുള്ളത്. ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് ലിവറിൽ വരുമ്പോ പഴയ ഒരു വാഹനത്തിന്റെ ഒരു ലിവർ തന്നെയാണ് കൊടുത്തേക്കണേ. അതൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇവന്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ അത് പോയി നോക്കാം. റിയർ സൈഡിലേക്കൊക്കെ വരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോർസ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നോക്കോ,
വാഹനത്തിന്റെ ഫ്രണ്ട് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആ ഈ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത് നമുക്ക് LED വിത്ത് DRLോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. വാഹനം ടോട്ടലി നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൽ എന്താ പറയുക, ഒരു കുലുക്കം കാര്യങ്ങളില്ല കേട്ടോ. എത്ര ടെറൈൻ റോട്ടിൽ കൂടെ പോയാലും സുഖകരമായിട്ടുള്ള യാത്രയാണ് പാസഞ്ചേഴ്സിന് കിട്ടണേ. നമുക്കൊരു ഓട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കുക പാസഞ്ചേഴ്സിന് യാത്രാസുഖം വേണം. അവർ കൊടുക്കുന്ന ആ പൈസയ്ക്കുള്ള ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ ആ ഒരു യാത്രാസുഖമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇവിടെ LED ടെയിൽ ലൈറ്റ് ബൾബാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെ ആ ബ്രേക്കിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വൈഡ് ആയിട്ടുള്ള ബമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും വിചാരിക്കും എഞ്ചിൻ റൂം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത്. നമുക്ക് എഞ്ചിൻ റൂം അല്ല കേട്ടോ, ഇത് ആ ബാക്ക് ഡിക്കി സ്പേസ് ദെൻ ഇതും സെയിം ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ലഗേജുകൾ വെക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബേസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ചാർജറൊക്കെ അഴിച്ചു വെക്കാം കേട്ടോ. വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ വെക്കാം. അപ്പൊ ഒന്നും കൂടി ബാക്ക് സ്പേസ് ഒക്കെ കിട്ടും കേട്ടോ. ഇതിൽ ആ ഒരു ഷോക്കപ്സ് തന്നെ കണ്ടോ, നമ്മൾക്ക് വലിയൊരു ആപ്പയിലൊക്കെ ഉള്ള അതേ ഷോക്കപ്സ് അതേ ഒരു സംഭവമാണ് ഇതിലും നൽകിയിട്ടുള്ളത്. നല്ല ടെറൈൻ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അധികം ആ ഒരു അടി കാര്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ വാഹനത്തിൽ നിന്ന്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. എന്നാൽ അതിനുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ബാക്ക് സൈഡിലൊന്ന് ഇരിക്കുക കേട്ടോ, പാസഞ്ചർ സൈഡിലൊന്ന് ഇരിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഒരു 5.6 ഹൈറ്റിന്റെ അടുത്ത് ഞാനുണ്ട്. ഒരു 85 കിലോളം വെയിറ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, എന്നെ സംബന്ധിച്ചിട്ട് ഇതാ സുഖമായിട്ടാണ് എനിക്ക് വാഹനത്തില് പാസഞ്ചർ സൈഡിൽ ഇരിക്കാൻ പറ്റണേ കേട്ടോ. കിടിസല്ലാണ്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വാഹനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇരുന്നിട്ട് ഇത്ര സ്പേസ് കഴിഞ്ഞിട്ട് കണ്ടോ, അത്യാവശ്യം ഇനി ഒരു 3 പേർക്ക് എന്റെ തടികളെ പോലെയുള്ള 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ കുഴികൾ, ഇപ്പൊ ഞാൻ ജസ്റ്റ് കുലുങ്ങുന്നുണ്ട്. വലിയ കുഴികളൊന്നും എന്താ പറയാ ചാടിയാൽ പോലും നമ്മൾക്കതൊരു വലിയ ഒരു അടിയായിട്ട് ബാധിക്കാത്ത രീതിയിൽ വണ്ടിയുടെ സസ്പെൻഷൻ അത്ര നല്ല ഹൈ പവർ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലുള്ളത് കൊണ്ട് തന്നെ വാഹനത്തിന് ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. കൂടുതൽ ഈ ഒരു വാഹനത്തിന്റെ കാര്യങ്ങൾ പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇവന്റെ ഫുൾ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 2,95,000 ex-showroom across Kerala. അപ്പോൾ പക്ഷേ നമ്മുടെ TVS King Max Plus EV വാഹനമൊക്കെ സ്വന്താക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവരുടെ നമ്പർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. കാരണം നിങ്ങളാണ് TVSന്റെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇന്ന് ഇവിടെ വന്നിരുന്ന് കേട്ടത്, ഇതിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയും ഇതിന്റെ ഗുണങ്ങളെ പറ്റിയും മനസ്സിലാക്കിയതും കേട്ടതും ഒക്കെ നിങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോട്ടോ തൊഴിലാളികൾ ആരെങ്കിലും നിങ്ങളുടെ കോൺടാക്റ്റിലോ പരിചയത്തിലോ അറിവിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള കാര്യം അവർക്ക് സജസ്റ്റ് ചെയ്യാൻ കൂടെ നിങ്ങൾ മടിക്കരുത് എന്ന് കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ജേർണി അവസാനിപ്പിക്കും. ഇന്നത്തെ വിശേഷം നമ്മുടെ TVS King EV Max Plusന്റെ വിശേഷങ്ങളായിരുന്നു. ലോഞ്ചിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോദിച്ചു പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.